ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ 5ാം യൂണിറ്റിലെ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ എന്ന പോയത്തിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് നോക്കുന്നത്. ഹൗ ക്യാൻ വി ബി ഫ്രണ്ട്ലി ടു അതേഴ്സ്? മറ്റുള്ളവരോട് എങ്ങനെയാണ് നമുക്ക് ഫ്രണ്ട്ലി ആയിട്ടിരിക്കാൻ സാധിക്കുന്നത്? ഹൗ ഡു യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു ഇൻ ഡിസ്ട്രെസ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്കണ്ഠകളോ അല്ലെങ്കിൽ കഷ്ടപ്പാടുകളോ ദുരിതങ്ങളോ ഒക്കെ വരുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? വെൻ ഡു യു നീഡ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ്? എപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഹെൽപ്പ്, സഹായം ആവശ്യമായിട്ട് വരുന്നത്? ലെറ്റ് സിങ് എ സോങ്. നമുക്കൊരു പാട്ട് പാടി നോക്കാം. ആദ്യം ഈ പോയൊന്ന് വായിച്ചു തരാം. Bridge over troubled water. When you are weary, feeling small, when tears are in your eyes, I'll dry them all. I'm on your side. Oh, when times get rough and friends just can't be found. Like a bridge over troubled water, I'll lay me down. Like a bridge over troubled water, I'll lay me down. When you are down and out, when you are on the street, when evening falls so hard, I will comfort you, I'll take you apart. Oh, when darkness comes and pain is all around. Like a bridge over troubled water, I'll lay me down. Like a bridge over troubled water, I will lay me down. Sail on, silver girl, sail on by. Your time has come to shine. All your dreams are on their way. See how they shine. Oh, if you need a friend, I'm sailing right behind. Like a bridge over troubled water, I'll ease your mind. Like a bridge over troubled water, I will ease your mind. ഇനി നമുക്ക് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നോക്കാം. വെൻ യു ആർ വെരി ഫീലിംഗ് സ്മോൾ, വെൻ ടിയേഴ്സ് ആർ ഇൻ യുവർ ഐസ്, ഐ ഡ്രൈ ദം ഓൾ. നിങ്ങൾ ക്ഷീണിതനായിരിക്കുമ്പോൾ, നിസാരനെന്ന് തോന്നുമ്പോൾ, നിങ്ങളുടെ കണ്ണുകളിൽ കണ്ണുനീർ വരുമ്പോൾ അതൊക്കെ ഞാൻ തുടച്ചു കളയാം. ഐ വിൽ ഡ്രൈ ദം ഓൾ. ഐ എം ഓൺ യുവർ സൈഡ്. ഞാൻ നിന്റെ അരികിൽ തന്നെയുണ്ട്. ഓ, വെൻ ടൈംസ് ഗെറ്റ് റഫ് ആൻഡ് ഫ്രണ്ട്സ് ജസ്റ്റ് കാൻ ബി ഫൗണ്ട്. ഇവിടെ ദുഃഖിതനായ ഒരു സുഹൃത്തിനോടൊപ്പം താൻ ഉണ്ടാവും എന്ന് ഉറപ്പ് നൽകുകയാണ്. എത്രയൊക്കെ ദുഃഖത്തിലാണെങ്കിലും കഷ്ടപ്പാടിലാണെങ്കിലും കൂടെ ഉണ്ടാവും എന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. സുഹൃത്തുക്കൾ ആരുമില്ല എങ്കിൽ കൂടിയും, ആൻഡ് ഫ്രണ്ട്സ് ജസ്റ്റ് കാൻ ബി ഫൗണ്ട്. സുഹൃത്തുക്കളെ ഒന്നും കാണാനായിട്ട് സാധിച്ചില്ല എങ്കിലും ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പ് നൽകുകയാണ്. Like a bridge over troubled water, I will lay me down. Like a bridge over troubled water, I will lay me down. ആ ലൈൻസ് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. കലങ്ങിയ വെള്ളത്തിന് മുകളിലൂടെയുള്ള പാലം പോലെ ഞാൻ എന്നെ തന്നെ നിനക്കായി നൽകും. അതായത് സ്പീക്കർ തന്നെ തന്നെ ഒരു പാലമായിട്ട് താരതമ്യം ചെയ്യുകയാണ്. കലങ്ങിയ വെള്ളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ജീവിതത്തിലെ കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും ഒക്കെയാണ്. അതൊക്കെ മറികടക്കണമെങ്കിൽ ഒരു പിന്തുണ വേണം അല്ലേ, ഒരു കച്ചിത്തുരുമ്പ് വേണം. ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഒരു കരമുണ്ടെങ്കിൽ നമ്മൾക്കത് വലിയൊരു സഹായമാണ്. ആ ഒരു സപ്പോർട്ട് കൊടുക്കലാണ് ഞാനൊരു പാലമായി തന്നെ നിനക്ക് വേണ്ടി നിലകൊള്ളും എന്ന് പറയുന്നത്. വെൻ യു ആർ ഓൺ ദി സ്ട്രീറ്റ്, when evening falls so hard, I will comfort you, I'll take your part. Oh, when darkness comes and pain is all around. നിങ്ങൾ കഷ്ടപ്പെടുമ്പോഴും തെരുവിലായിരിക്കുമ്പോഴും വൈകുന്നേരം തളർന്നു വീഴുമ്പോഴും ഒക്കെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിന്റെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരും. ദുഃഖങ്ങളിൽ കൂടെ ഉണ്ടാവും എന്നിവിടെ പ്രോമിസ് ചെയ്യുകയാണ് അല്ലേ. ഇരുട്ട് വരുമ്പോൾ ചുറ്റും വേദനകൾ മാത്രമാണ്, അപ്പോഴും കൂടെ ഞാനുണ്ടാവും. ഇരുട്ട് എന്ന് പറയുന്നത് ദുഃഖത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഒക്കെ ഒരു സമയത്തെ കാണിക്കുന്നതാണ് അല്ലേ. ഇരുട്ട് എന്ന് പറയുന്നത് അത്ര ഒരു സുഖമുള്ള ഏർപ്പാടല്ല. അപ്പം ഇവിടെ ഇരുട്ട് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുഃഖവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ്. അപ്പോൾ ആ സമയത്തും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും എന്ന് സ്പീക്കർ ഉറപ്പ് കൊടുക്കുകയാണ്. Like a bridge over troubled water, I will lay me down. Like a bridge over troubled water, I will lay me down. അപ്പം നേരത്തെ ആ ലൈൻസ് തന്നെ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു പാലം പോലെ ഞാൻ നിനക്കായി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിന്നോട് കൂടെ ഉണ്ടാവും. നിന്റെ കഷ്ടപ്പാടിലും ദുരിതത്തിലുമെല്ലാം നിന്നോടൊപ്പം ഉണ്ടാകും എന്ന് ഉറപ്പ് കൊടുക്കുകയാണ്. Sail on, silver girl, sail on by. Your time has come to shine. All your dreams are on their way. See how they shine. Oh, if you need a friend, I'm sailing right behind. സിൽവർ ഗേൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കവിത എഴുതിയ പോൾ സൈമന്റെ വൈഫായ പെഗ്ഗി ഹാർപ്പർ എന്ന് പറഞ്ഞ സ്ത്രീയാണ്. പോൾ സൈമൺ തൻ്റെ വൈഫിനെ
അങ്ങനെ വിളിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ചെറുപ്പത്തിലെ തന്നെ അവളുടെ മുടികളെല്ലാം നരച്ചു തുടങ്ങി. ഒരു 30 വയസ്സായപ്പോഴേക്കും ഒക്കെ മുടിയെല്ലാം നരച്ചു തുടങ്ങി. അപ്പോൾ സെയിൽ ഓൺ സിൽവർ ഗേൾ എന്ന വരിയിലൂടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, മുടിയൊക്കെ നരച്ചു തുടങ്ങിയപ്പോൾ പെഗ്ഗിക്ക് ആകെ വിഷമായി അല്ലേ. അപ്പോൾ ഹസ്ബൻഡ് പുള്ളിക്കാരിനെ എൻകറേജ് ചെയ്യാണ്. സെയിൽ ഓൺ സിൽവർ ഗേൾ എന്ന് പറയാണ് അല്ലേ. നിങ്ങൾ യാത്ര തുടരൂ, നിങ്ങളുടെ സമയമായി, എല്ലാ സ്വപ്നങ്ങളും ഓൺ ദ വേയിലാണ്, നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അവ എങ്ങനെ തിളങ്ങുന്നു എന്ന് നോക്കൂ. സ്വപ്നങ്ങളെല്ലാം ജീവിതത്തിൽ വന്ന് ചേരുമ്പോൾ അത് നമ്മളുടെ ജീവിതത്തിനൊരു ഷൈനിങ് ഉണ്ടാവും അല്ലേ. വിഷമിച്ചിരിക്കുന്ന വൈഫിനോട് തന്റെ സ്വപ്നങ്ങളെ പിന്തുടരാനും ജീവിതത്തിൽ വിജയം വരിക്കാനും ഒക്കെ സ്പീക്കർ പ്രേരിപ്പിക്കുകയാണ്. അടുത്ത വരി എന്താ? ഓ ഇഫ് യു നീഡ് എ ഫ്രണ്ട് ഐ എം സെയിലിംഗ് റൈറ്റ് ബിഹൈൻഡ്. നിങ്ങൾക്കൊരു സുഹൃത്തിനെ ആവശ്യമുണ്ടെങ്കിൽ തൊട്ട് പിന്നിൽ തന്നെ ഞാനുണ്ട്, എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ സഹായിക്കാൻ തയ്യാറാണ് എന്ന് സ്പീക്കർ പറയാണ്. ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ ഐ വിൽ ഈസ് യുവർ മൈൻഡ്. ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ ഐ വിൽ ഈസ് യുവർ മൈൻഡ്. വീണ്ടും ഈ ലൈൻ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. നിങ്ങളുടെ ആശങ്കകൾ ലഘൂകരിക്കുമെന്നും, ലഘൂകരിക്കുക എന്ന് പറഞ്ഞാൽ കുറയ്ക്കുമെന്നും അതുപോലെ നിങ്ങൾക്ക് മനസ്സമാധാനം നൽകുമെന്നും സ്പീക്കർ വാഗ്ദാനം ചെയ്യുകയാണ്. നമുക്കൊക്കെ എപ്പോഴും ഒരു ഹാപ്പി മൂഡ് ആയിരിക്കുമോ? അല്ലല്ലേ. ഇടയ്ക്കൊക്കെ ദുഃഖങ്ങളും ഉണ്ടാവും. അങ്ങനെ ബാലൻസ്ഡ് ആയിട്ടാണ് നമ്മുടെ ലൈഫ് പോവുക. ഹാപ്പിനെസ്സും ഉണ്ടാവും, അതുപോലെ തന്നെ സാഡ്നെസ്സും ഉണ്ടാവും. അങ്ങനെ സാഡ്നെസ് ഉള്ള സമയത്ത്, ദുഃഖങ്ങളും അല്ലെങ്കിൽ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ കൂടെ നിൽക്കാൻ ഒരു സുഹൃത്ത് ഉണ്ടാവും. ആ സുഹൃത്തിന്റെ പിന്തുണ ഉണ്ടെങ്കിലേ നമുക്ക് ഒന്ന് പിടിച്ചു കയറാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു സുഹൃത്തിന്റെ പിന്തുണയുടെ ഒരു വാഗ്ദാനമാണ് ഈ ഗാനം. ഈ പോയം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിന് അവരുടെ കഷ്ടപ്പാടുകളിലും ദുരിതങ്ങളിലും ഒരു സപ്പോർട്ട് കൊടുക്കണം. എപ്പോഴും നല്ല ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം. ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡ്രോപ്പ് യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക് ഇൻ ദ കമന്റ് സെക്ഷൻ. താങ്ക് യു.